ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ വാക്കുകളിലൂടെ എങ്ങനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ലോകം മുഴുവൻ ആരാധകരുണ്ടാകാം, അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കളും ഉണ്ടാകാം. അവർ പറയുന്ന കാര്യങ്ങൾ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. പക്ഷേ അവർ എന്തു പറഞ്ഞാലും അത് ലോകം ശ്രദ്ധിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഈ ഒരു പവർ കിട്ടുന്നത്? അവർക്ക് പ്രത്യേക മാന്ത്രിക ശക്തിയൊന്നുമില്ലല്ലോ. അവർ ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന അചഞ്ചലമായ ഉറപ്പോടെ സംസാരിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതും ഇങ്ങനെ നമ്മളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാം എന്നാണ്. ഇനി എന്തിനാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് എന്ന് പറയാം. നമ്മളിൽ ഭൂരിഭാഗം പേരും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. എനിക്ക് കടബാധ്യതയുണ്ട്, എൻ്റെ ജോലി ശരിയല്ല, എനിക്ക് ഭാഗ്യമില്ല. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ആ അവസ്ഥയെ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്തുകയാണ്. അതായത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാ, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിനും ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതല്ലേ, അതിൽ ഇത്ര കാര്യമുണ്ടോ എന്ന്. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, അവ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ അയക്കുന്ന സിഗ്നലുകളാണ്. നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വൈബ്രേഷൻ മാറ്റുമ്പോൾ ലോകം നിങ്ങൾക്ക് ചുറ്റും മാറാൻ തുടങ്ങും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പറയുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഉള്ളിൽ ഒരു തരം വെറുപ്പുണ്ടാക്കുന്ന ചില ആളുകളുണ്ട്. അവരുടെ ഒരു ആത്മവിശ്വാസം നമുക്ക് ചിലപ്പോൾ അഹങ്കാരമായിട്ട് തോന്നും. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടതും ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു പരാജയമായി കാണുന്നത് എപ്പോഴാണ് നിർത്തുക? എന്നാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുക? നിങ്ങളുടെ പഴയ സങ്കടങ്ങളോ പണമില്ലായ്മയോ ഒന്നും നിങ്ങൾ പുതിയ കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും നിങ്ങളെ തടയുന്നില്ല. നിങ്ങൾ ഇപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുകയാണ്. നിങ്ങൾ നിരന്തരം പോസിറ്റീവായ ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ അക്കൗണ്ട് നിറഞ്ഞു കവിയും. പിന്നെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ വിജയത്തിന്റെ തെളിവുകൾ മാത്രമേ കാണൂ. അതായത് നമ്മൾ ഓരോ തവണ പോസിറ്റീവായി സംസാരിക്കുമ്പോഴും അത് നിറഞ്ഞു കവിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നു. നിങ്ങൾ ഇതിനെ ഒരു ഗെയിം പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന് വലിയ പണമോ സമയമോ ഒന്നും വേണ്ട. നിങ്ങളുടെ മനസ്സിലെ ചില ബ്ലോക്കുകൾ മാറ്റിയാൽ മാത്രം മതി. നിങ്ങളിത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുതരാം. 4 ലളിതമായ ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമ്മൾ എന്ന് ഉപയോഗിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരു കാര്യം വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ പണക്കാരനാണ് എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, നമ്മൾ എന്നുപയോഗിക്കുക. പ്രപഞ്ചവും നിങ്ങളും ഒന്നാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ സന്തോഷത്തിലാണ്, നമ്മൾ ഐശ്വര്യത്തിലാണ് എന്ന് പറയുക. ഇത് നിങ്ങളുടെ ഉള്ളിലെ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തെളിവുകൾക്കായി കാത്തിരിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളെപ്പോഴും തെളിവുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല, പിന്നെ എങ്ങനെ ഞാൻ പണക്കാരനാണെന്ന് പറയും എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ആദ്യം ഉള്ളിൽ വിശ്വസിക്കുക, പിന്നെ അത് പുറത്ത് സംഭവിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കളിയാക്കിയേക്കാം, പക്ഷേ നിങ്ങൾ തളരരുത്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലെങ്കിലും ഞാൻ സമൃദ്ധിയിലാണ് എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങളുടെ വാക്കുകൾ പ്രപഞ്ചത്തിലെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കപ്പെടുകയാണ്. അത് നിറഞ്ഞു കവിയുമ്പോൾ യാഥാർത്ഥ്യം മാറും. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് മുൻകൂട്ടി നന്ദി പറയുക. നമ്മൾ സാധാരണ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാണ് താങ്ക്സ് പറയാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ മുൻകൂട്ടി താങ്ക്സ് പറയുന്നു. അത് കിട്ടുന്നതിന് മുൻപേ നന്ദി പറയുക. ദൈവമേ, എന്നെ ഇത്രയും ഹെൽത്തി ആക്കിയതിന് നന്ദി, എനിക്ക് ഇത്രയും നല്ലൊരു കുടുംബത്തെ നൽകിയതിന് നന്ദി. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ വേറെ ലെവലിലേക്ക് മാറും. അതായത് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് അതിന് നന്ദി പറയുക. എന്നെ ആരോഗ്യവാനാക്കിയതിന് നന്ദി, ദൈവമേ എനിക്ക് ഈ വിജയം നൽകിയതിന് നന്ദി. ഇത് നിങ്ങളുടെ വൈബ്രേഷനെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കും. ഇനി നാലാമത്തെ ഘട്ടമാണ്
ചോദിക്കരുത്, ആജ്ഞാപിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെപ്പോഴും ദൈവത്തോടോ പ്രപഞ്ചത്തോടോ യാചിക്കാറാണ് പതിവ്. അത് തരണേ, ഇത് തരണേ എന്ന്. അതിനു പകരം ഒരു അവകാശത്തോടെ സംസാരിക്കുക. പ്രപഞ്ചമേ, എൻ്റെ ജീവിതം എത്ര മനോഹരമാകുമെന്ന് എനിക്ക് കാണിച്ചു തരൂ, എനിക്ക് എത്രത്തോളം സ്നേഹം കിട്ടുമെന്ന് എനിക്ക് കാണിച്ചു തരൂ എന്ന് ഉറപ്പോടെ പറയുക. നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. ഇവിടെ നമുക്ക് യാചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഒരു ഗമയിൽ വേണം റിയാലിറ്റിയെ നേരിടാൻ. ഇവിടെ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോഴേ മാറ്റം വരും, ചിലപ്പോൾ അല്പം സമയം എടുക്കും. അത് സാരമില്ല. വെറുതെ തെളിവുകൾ നോക്കി നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ മാറ്റരുത്. ഉദാഹരണത്തിന്, ഇന്ന് നല്ല വെയിലായിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, പക്ഷെ മഴ പെയ്തു എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. പകരം പറയുക, എനിക്ക് മഴയെ ഇഷ്ടമാണ്, ഇത് പ്രപഞ്ചത്തിന്റെ മറ്റൊരു സമ്മാനമാണെന്ന്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുക. നിങ്ങളെ തന്നെ തോൽപ്പിക്കരുത്. നിങ്ങൾ സംസാരിക്കുന്ന രീതി മാറുമ്പോൾ നിങ്ങളുടെ നടത്തം മാറും, നിങ്ങളുടെ ചിന്ത മാറും, ഒടുവിൽ നിങ്ങളുടെ ലോകം തന്നെ മാറും. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ, ഇന്ന് മൺഡേ അല്ലേ, തിങ്കളാഴ്ച, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഏത് ദിവസമായാലും ഈ നിമിഷം മുതൽ നിങ്ങളുടെ പഴയ കഥകൾ പറയുന്ന രീതി അവസാനിപ്പിക്കുക. പുതിയൊരു വ്യക്തിയായിട്ട് സംസാരിക്കും. ഇനി ഇപ്പോൾ തന്നെ കണ്ണുകൾ അടച്ച് ശാന്തമായി ഇരുന്നിട്ട് പറയുക, ഈ ആഴ്ച എനിക്ക് വല്ലാത്തൊരു മാറ്റം തോന്നുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമാധാനത്തിലാണ്, ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ഉള്ളിൽ സങ്കടങ്ങളോ പഴയ മുറിവുകളോ ഉണ്ടാകാം. അതൊന്നും നിങ്ങളുടെ വാക്കുകളെ തടയാൻ സമ്മതിക്കരുത്. പണമില്ലാത്തതോ ജോലിയുടെ ടെൻഷനോ ഒന്നും നിങ്ങളുടെ വാക്കുകളെ തടയാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് ഈ പ്രപഞ്ചം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, വെറുതെ ഇരിക്കുമ്പോൾ പോലും സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. ഞാനൊരു തോൽവിയാണെന്ന് പറയുന്നത് നിർത്തിയിട്ട് ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ശീലിക്കുക. ആദ്യമേ ഇത് തമാശയായിട്ടൊക്കെ തോന്നാം, പിന്നീട് അത് ശീലമായി മാറും. ഒടുവിൽ അതൊരു അത്ഭുതമായി നിങ്ങളുടെ മുന്നിൽ തെളിയും. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ സ്നേഹമാണെന്ന് പറയുക. നിങ്ങൾ വിജയമാണെന്ന് പറയുക. നിങ്ങൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്